ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മോനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അറാഫിൽ മനാമി മോനെ കുഞ്ഞുമോനെ ഞാൻ ഉറപ്പൊട്ടിയതൊക്കെ നമ്മൾ ഈ പരിശുദ്ധമാകുന്ന ദിവസത്തിലൂടെ പരിശുദ്ധമാകുന്ന ഹജ്ജിലൂടെ ഓർത്തെടുക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് വലിയ പ്രതിസന്ധികൾ ബഹുമാനപ്പെട്ടവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ബഹുമാനപ്പെട്ടവർ പതറിയിട്ടില്ല, ബഹുമാനപ്പെട്ടവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഇലാഹാകുന്ന റബ്ബ് എന്താണോ കൽപ്പിച്ചത്, പരിശുദ്ധമാകുന്ന ദീനിന്റെ ആദർശം പറയാൻ ഒരാളെ ഞാൻ പേടിക്കുന്നില്ല. ആരെയാണ് പേടിക്കേണ്ടത്? ഇലാഹാകുന്ന റബ്ബിനെ പേടിച്ചാ പോരെ. ഇലാകുന്ന റബ്ബിനോടുള്ള അചഞ്ചലമായ വിശ്വാസപ്പെട്ടവരുടെ ഈ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഈ ജീവിതം എന്ത് പ്രതിസന്ധികൾ തന്നെ വന്നാലും, എന്ത് വലിയ വലിയ തടസ്സങ്ങൾ തന്നെ ബേജാറാവലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു നടക്കലല്ല. ആ സമയത്ത് ഇലാഹാകുന്ന റബ്ബിന്റെ മേൽ വരമേൽപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാഹുവെ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് സർവ്വവും റബ്ബിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആവലാതിയും പരാതിയും പരിഭവമായി നടക്കുകയല്ല വേണ്ടത്. അല്ലാഹുവാണല്ലോ നമ്മെ സൃഷ്ടിച്ചത്, നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും നമുക്ക് ശ്വസിക്കാനുള്ള വായുവും നൽകുന്നത് ഇലാഹാകുന്ന റബ്ബാണല്ലോ. ആ റബ്ബിന്റെ മേൽ എല്ലാം ബലമേൽപ്പിച്ചാൽ മതി, അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുമെന്ന മഹത്വം. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കയറണം, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം. ആ ഒരു ഹൃദയത്തിലേക്ക് കയറാനുള്ള നാളുകളാകട്ടെ ഈ 1000-ാമത്തെ ശരീരത്തിന്റെ നാളുകൾ. ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലിക്കൊണ്ട് എല്ലാവരും മടങ്ങും നമുക്ക് സീറ്റ് ഉണ്ടാവും. شريك له شهادة منجية في يوم الوعيد وأشهد أن سيدنا محمدا عبده ورسوله أشرف العبيد صلى الله وسلم على سيدنا محمد وعلى آله وصحبه صلاة وسلاما دائمين متلازمين إلى يوم حشر العالم في صعيد. ما بعد ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وعمر بن الخطاب وعثمان بن عفان وعلي. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കൊടമ്പുറത്ത് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. ഹലോ ഗൈസ്, അതൊക്കെ പഴയ കാലത്താണ്. ഇപ്പൊ ഗൈസ് ഒന്നും ഹലോ അതാണ് പള്ളി. ലൈവില് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒക്കെ കാര്യങ്ങൾ അതിപ്പോ പൂരഞ്ഞി കല്യാണം കഴിഞ്ഞല്ലേ. ഇതൊക്കെ മൊത്തം ഇട്ടേ കെബീർക്ക സുഖല്ലേ? ഓക്കെ, ചാൻസ് മറക്കണ്ട, ചാൻസ് മറക്കണ്ട. സിനിമയിൽ ചാൻസ് മറക്കണ്ടെന്ന് കെട്ടിയെടുക്കാനോട് കയ്യൊക്കെ എല്ലാം കൊടുത്തിക്കണേ. 7 മണിക്കാണ് ഏടാത്താണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ കുറച്ച് വയസ്സായില്ല, 50 വയസ്സായില്ലേ, 53 വയസ്സായി. പക്ഷെ അത്ര നമ്മൾ പോവില്ലട്ട. 73 വയസ്സാകുമ്പോഴത്തേക്കൊക്കെ നല്ല ഫുള്ള് മൂടിയൊക്കെ നാടിയൊക്കെ നടക്കുന്നുണ്ട്. തിരക്കൂട്ടണ്ട, എല്ലാവർക്കും ഉണ്ട്. തിരക്കൂട്ടണ്ട ശിബിലിയ
ഇതില്